പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന നമുക്കെല്ലാവർക്കും ദൈവം വലിയൊരു അനുഗ്രഹം തരാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇന്ന് നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വിഷയം അല്പനേരം ഈ കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് ദൈവം പ്രവർത്തിച്ചൊരു കാര്യമാണ്. ബൈബിള് വായിച്ചിട്ടാണോ നമ്മൾ കുടുംബ പ്രാർത്ഥന തുടങ്ങേണ്ടത്? കുടുംബ പ്രാർത്ഥന ചൊല്ലിക്കഴിഞ്ഞാണോ ദൈവവചനം വായിക്കേണ്ടത്? നമ്മൾ ഇതിനെക്കുറിച്ച് വലിയ ഗ്രാഹ്യമില്ല. നമ്മളെല്ലാവരും സാധാരണ പോലെ ഓരോ കാര്യം ചെയ്യും. നമ്മൾ പ്രാർത്ഥിക്കുന്നു, ശേഷം നമ്മൾ ദൈവവചനം വായിക്കുന്നു. പക്ഷെ ഒരു കുടുംബത്തിന്റെ ഒരു അനുഭവത്തിലൂടെ പരിശുദ്ധാത്മാവ് ഒരു പുതിയ ഒരു ശക്തമായൊരു ബോധ്യം നൽകി. അത് പറയാൻ ആഗ്രഹിക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ കൗൺസിലിങ്ങിന് വന്ന ഒരു കുടുംബം, കൗൺസിലർ പറഞ്ഞു, അച്ഛനെ ഒന്ന് കണ്ടിട്ട് വേണം, പ്രാർത്ഥന മേടിച്ചിട്ടേ പോകാവുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അവർ പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നു. ഞാൻ കഴിഞ്ഞ ആഴ്ച കുറെ പേരെ കണ്ടിട്ടില്ല. അങ്ങനെ ഒരു കൗൺസിലർ പറഞ്ഞു വിട്ടൊരു കുടുംബമായി ആ കുടുംബത്തെ കണ്ടു. അങ്ങനെ ആ കുടുംബത്തെ കണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഒരു കാര്യം കാണിച്ചു തരികയാണ്. ഇവരുടെ കുടുംബത്തിൽ പ്രാർത്ഥിക്കുന്നൊക്കെ ഉണ്ട്. പ്രാർത്ഥന കഴിഞ്ഞ് ഇവർ ബൈബിൾ വായിക്കുമ്പോൾ എല്ലാവരും ഒരു പാതി മയക്കത്തിലാണ് വായിക്കുന്നത്. പിന്നെ അവർ ബൈബിൾ എടുക്കുന്ന പാടെ നോക്കും, ചെറിയ പാരഗ്രാഫ് എവിടെയാ ഉള്ളത്, ചെറുത്, അതൊരു പെട്ടെന്നൊരു തപ്പലുണ്ട്. അങ്ങനെ ഒരു 3-4 പേജ് അപ്പുറം ഇപ്പുറമൊക്കെ മറിച്ച് ഇവര് ചെറുത് നോക്കി ഒരെണ്ണം വായിക്കും. എന്നിട്ട് വേഗം പ്രാർത്ഥന അവസാനിപ്പിക്കും. ഇവർ പ്രാർത്ഥിക്കാൻ വന്നത് അവരുടെ മകളെ വിവാഹം കഴിച്ചയച്ചു. 2.5-3 വർഷത്തോളം അവർക്ക് കുഞ്ഞുങ്ങളില്ലായിരുന്നു. കുഞ്ഞുങ്ങളില്ലാതെ അവർ നിയോഗം വെച്ച് പ്രാർത്ഥിച്ച് കുഞ്ഞിനെ ദൈവം കൊടുത്തു. പക്ഷെ 6-7 മാസത്തോളമായി സ്കാൻ ചെയ്തപ്പോൾ ആ ഗർഭപാത്രത്തിൽ ഒരു മുഴ. അപ്പോൾ അവരുടെ ആകെ എല്ലാ പ്രതീക്ഷകളും അവിടെ പോയി. അങ്ങനെ സങ്കടപ്പെട്ടിരുന്ന ഒരു സാഹചര്യത്തിലാണ് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് കാണിച്ചു തന്നത് അവരുടെ ഈ പ്രതിസന്ധി അല്ല, അവരുടെ കുടുംബ പ്രാർത്ഥനയാണ് കാണിച്ചു തന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾ എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്? അപ്പോൾ അവർ സാധാരണ കുടുംബ പ്രാർത്ഥനയുണ്ട്. പിന്നീടാണ് ഇവർ പറഞ്ഞത്, ഞങ്ങൾ ബൈബിള് വായിക്കുമ്പോൾ അതിനകത്ത് ഏറ്റവും ചെറുത് എവിടെയെങ്കിലും ഉണ്ട്, അത് തപ്പിപ്പിടിച്ച് അത് വായിക്കും. അപ്പോൾ ഉടനെ ദൈവത്തിന്റെ ഒരു വചനം അവരോട് പറഞ്ഞു. യോഹന്നാന്റെ സുവിശേഷം 15:7. നിങ്ങൾക്കറിയാം വചനം എന്താണെന്ന്. നിങ്ങൾ എന്നിൽ വസിക്കുകയും എന്റെ വാക്ക്, എന്റെ വചനം നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക, നിങ്ങൾക്ക് ലഭിക്കും. എപ്പോഴേ ഇഷ്ടമുള്ളത് ചോദിക്കാവുള്ളൂ? ദൈവവചനം പഠിപ്പിക്കുകയാണ്. യോഹന്നാൻ 15:7. നിങ്ങൾ എന്നിൽ വസിക്കുകയും, അടുത്തതാണ്, എന്റെ വാക്ക് നിങ്ങളുടെ ഉള്ളിൽ നിലനിൽക്കുകയും ചെയ്ത് നിങ്ങൾ ഇഷ്ടമുള്ളത് ചോദിക്കണം. ഹല്ലേലൂയ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അങ്ങനെ ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞു. ഇന്നു മുതൽ നിങ്ങളൊരു കാര്യം ചെയ്യും. നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടമുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, കുഞ്ഞിന് ആരോഗ്യത്തോടെ ഒരു കുഞ്ഞ് ജനിക്കണം. അത് ഞങ്ങളുടെ കുടുംബത്തിൽ ഒരുപാട് പേരുടെ പ്രാർത്ഥനയാണ്. അവരുടെ ഏറ്റവും വലിയ, അത് കഴിഞ്ഞ് വേറൊന്നുമില്ല, ഒറ്റ ആഗ്രഹമുള്ളൂ. അന്ന് മുതൽ ഈ വെള്ളിയാഴ്ച ഇവിടുന്ന് പോകുന്നു. അവരന്ന് മുതൽ ദൈവവചനമെടുത്ത് ദൈവം അവർക്കായി തുറന്നു കിട്ടിയ ഒരു ഭാഗം, അതൊരു താളം, ഒരു പേജ് മുഴുവൻ വായിച്ചതിന് ശേഷം അവരുടെ പതിവ് പോലുള്ള കുടുംബ പ്രാർത്ഥന ആരംഭിച്ചു. അങ്ങനെ അവർ പ്രാർത്ഥിച്ച് 3 ദിവസം കഴിഞ്ഞപ്പോൾ പ്രാർത്ഥനയുടെ സമയത്ത് ആ സ്ത്രീ ഭയങ്കരമായിട്ട് ഞെരിവിളി കൊണ്ടു, ഭയങ്കരമായിട്ട് വേദനയുണ്ടായി. അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ മനസ്സിൽ ഒറ്റ ആഗ്രഹമുള്ളൂ, ആരോഗ്യത്തോടെ ഒരു കുഞ്ഞ് ജനിക്കണം. അങ്ങനെ ആ പ്രാർത്ഥനയിരിക്കുമ്പോ അടുപ്പിൽ തീക്കനലിൽ വച്ച് പഴിപ്പിച്ച് ഒരു കത്തി നമ്മുടെ ശരീരത്തിലേക്ക് കുത്തി ഇറക്കിയാൽ നമുക്ക് എന്തേരം പൊള്ളലും വേദന ഉണ്ടാവുമോ? പ്രാർത്ഥനയുടെ സമയത്ത് എനിക്ക് അങ്ങനെ ഒരു വിഷമം ഉണ്ടായി. ഞാൻ വിചാരിച്ചു എന്റെ കുഞ്ഞ് മരിച്ചതാണ് എന്ന് വിചാരിച്ച് സ്ത്രീ അന്ന് രാത്രിയിൽ തന്നെ വണ്ടി എടുത്ത് അവർ സ്കാൻ ചെയ്യാനായി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോൾ ഒരു വലിയ വാർത്ത അവർ കേൾക്കുകയാണ്. ആശുപത്രി വെച്ച്
ആ മുഴ അവിടെ കാണാനില്ല. ആ മുഴ അവിടെ കാണാനില്ല. എന്ത് സംഭവിച്ചതാണ് എന്നവർക്കറിയില്ല. അങ്ങനെ ഈ ഒരു വിഷയത്തിൽ എനിക്ക് ഭയങ്കര ഒരു സന്തോഷം തോന്നി. ഇതാണ് നമ്മളൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന ചൊല്ലിക്കഴിഞ്ഞ് ബൈബിൾ വചനം എടുക്കുന്നു, ഒരു ചെറുത് നോക്കിയോ ഏതെങ്കിലും ഒരെണ്ണം വായിക്കുന്നു, ഏതാ വായിച്ചത് നമുക്ക് പോലും അറിയില്ല, നമ്മൾ മടക്കുന്നു പോകുന്നു. പക്ഷെ ഇതിനെല്ലാം ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ ഒരു ചെറിയ ദൈവവചനം വായിച്ച് നമ്മുടെ കുടുംബ പ്രാർത്ഥനയൊന്ന് നടത്തി നോക്കിയാൽ അതിനകത്തൊരു വലിയൊരു അഭിഷേകവും ഒരനുഗ്രഹവും നമുക്ക് അനുഭവിക്കാൻ കഴിയും. ഹല്ലേലൂയ. അത് വചനത്തിലൂടെയാണ്. യോഹന്നാൻ 15:7. ആരെങ്കിലും നിങ്ങളോട് ചോദിച്ചേക്കാം, എന്താ അങ്ങനെ ചെയ്യുന്നത്, ഇങ്ങനെയല്ലല്ലോ പതിവ്, ഇതല്ലല്ലോ ഒരു പാരമ്പര്യം എന്ന് ചോദിച്ചാൽ ഒരു ഉത്തരവുണ്ട്. യോഹന്നാൻ 15:7 വായിച്ചാൽ മതി. നിങ്ങൾ എന്നിൽ വസിക്കുകയും എന്റെ വചനം നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്താൽ. നമ്മൾ ദൈവവചനം വായിക്കുമ്പോൾ ഒരു വചനം നമ്മളിൽ നിലനിൽക്കും. അങ്ങനെ നിലനിൽക്കുകയും ചെയ്ത് നമ്മൾ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു നോക്കിക്കേ, ദൈവം ആ വിഷയത്തിൽ അത്ഭുതകരമായി ഇടപെടുന്ന 100 അനുഭവങ്ങൾ നമുക്ക് ദൈവം തരാൻ തുടങ്ങും. പറയാമോ ഹല്ലേലൂയ? ഒരു കരം ഉയർത്തി ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ടാമത്തെ ഒരു പരിശുദ്ധാത്മാവ് നൽകിയ ഒരു അനുഭവം. ഒരു വ്യക്തി പ്രാർത്ഥിക്കാനായിട്ട് വന്നു. ആ വ്യക്തിക്ക് 36 വയസ്സ്, 36ഓളം വയസ്സ്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെയാണ് തീരുമാനിച്ചത്, അദ്ദേഹത്തിന് വിവാഹം നടന്നിട്ടില്ല. അപ്പം വിവാഹം നടക്കാത്തതുകൊണ്ട് എല്ലാവരും പറഞ്ഞു 36 വയസ്സായില്ലേ, നടക്കാൻ സാധ്യതയില്ല എന്ന് പലരും പറഞ്ഞു. ഇനി നടക്കുവാണെങ്കിൽ തന്നെ ഏതെങ്കിലും 2ാം കെട്ടൊക്കെ നടക്കുള്ളൂ എന്നൊക്കെ ഇദ്ദേഹത്തോട് പറഞ്ഞിട്ട് വിഷമിച്ചിരിക്കുകയാണ്. പക്ഷെ ഇദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ ഇദ്ദേഹത്തിന് ഭയങ്കര സ്വപ്നങ്ങളാണ്. അദ്ദേഹത്തിന് സ്വപ്നം കേട്ട് ഞാൻ തന്നെ ഞെട്ടിപ്പോയി. സ്വപ്നം ഇതാണ്, എന്റെ വിവാഹം നടക്കണം. വിവാഹം നടക്കുമ്പോൾ നല്ല വിദ്യാഭ്യാസമുള്ള ഒരു പെൺകുട്ടിയെ കിട്ടണം, വീടിന് പറ്റിയതായിരിക്കണം, നല്ല സൗന്ദര്യം വേണം, എന്റെ അപ്പനെയും അമ്മയോട് നന്നായിട്ട് നോക്കണം. കുറെ ആഗ്രഹം പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, അങ്ങനെ നിന്റെ ആഗ്രഹം വളരെ നല്ലതാണ്, നാം പ്രാർത്ഥിക്കാം. അങ്ങനെ പ്രാർത്ഥിച്ച് കുറച്ച് കഴിഞ്ഞപ്പം ഒരു മെസ്സേജ്, ഒരു സന്ദേശം ഇതാണ്, ഇവന്റെ ആഗ്രഹം വളരെ നല്ലതാണ്, പക്ഷെ ആ ആഗ്രഹം ദൈവത്തിന് കൊടുക്കാൻ ഇഷ്ടമുണ്ട്, പക്ഷെ സ്വീകരിക്കാൻ മാത്രമുള്ള യോഗ്യത ഈ 36 വയസ്സുകാരനില്ല. ആ യോഗ്യതയെക്കുറിച്ച് അവൻ ചിന്തിച്ചിട്ടില്ല. നമ്മൾ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഒരു കാര്യം വളരെ ശ്രദ്ധിക്കണം. നമ്മൾ ദൈവത്തോട് ചില കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അത് സ്വീകരിക്കാനുള്ള യോഗ്യത എനിക്കുണ്ടോ എന്ന് പരിശോധിക്കണം. ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ ഈ വ്യക്തിയോട് ചോദിച്ചപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹത്തിന് ബീഡി വലിക്കുന്ന സ്വഭാവമുണ്ട്, കൂട്ടുകാരോട് ചേർന്ന് ചില ലഹരി വസ്തുക്കൾ ചെറുതായിട്ട് ഉപയോഗിക്കുന്ന പതിവുണ്ട്, മദ്യപാനമുണ്ട്, കുടുംബ പ്രാർത്ഥനയിൽ പങ്കെടുക്കത്തില്ല, പിന്നെ ഒരു വിമർശന സ്വഭാവമുണ്ട്. ഇദ്ദേഹം ചോദിച്ചത് വളരെ നല്ലൊരു കാര്യമാണ്, ദൈവത്തിന് അത് കൊടുക്കാനും ഇഷ്ടമാണ്, പക്ഷേ ഈ വ്യക്തിക്ക് അത് സ്വീകരിക്കാനുള്ള യോഗ്യതയില്ല. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ വിഷയം നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ എന്തു പ്രാർത്ഥിച്ചാലും അത് നമുക്ക് ലഭിക്കണമെങ്കിൽ അതിനൊരു യോഗ്യത വേണം, ഒരു യോഗ്യത നേടിയെടുക്കണം. ഹല്ലേലൂയ. ഇവിടെ ശ്രദ്ധിച്ച് എല്ലാവരും കേൾക്കണം. നമ്മുടെ ജീവിതത്തിലും കയ്പുള്ള അനുഭവങ്ങൾ ഉണ്ടാകുമ്പോ പിറുപിറുത്താൽ ഈ കൈക്കുന്ന അനുഭവങ്ങൾ മാറില്ല. കൈക്കുന്ന അനുഭവം ഉണ്ടായപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ഓരോ കൈക്കുന്ന അനുഭവത്തിലായിരിക്കും ദൈവത്തെ ഇവിടെ വിളിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ഉറപ്പാണ്. ആരും ഒരു കാഴ്ചക്കാരനായിട്ട് വന്നിട്ടുണ്ടാവില്ല. ഓരോ കൈക്കുന്ന അനുഭവം നിങ്ങളുടെ ഉള്ളിനുള്ളിൽ ഉണ്ടാകും. ഓരോരുത്തരോട് സംസാരിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവർ നിങ്ങൾ പറയുന്നത് കുടിച്ചിറക്കാൻ പറ്റാത്ത കയ്പുള്ള കയ്പ് നീരിനെ കുറിച്ചായിരിക്കും. ദൈവവചനം പുറപ്പാട് 15-ാം അധ്യായം 22-ാം വാക്യം മാറായിലെ ജലം എന്നാണ്. മാറ എന്ന് പറയുന്നത് ഒരു സ്ഥലമാണ്, സ്ഥലം. പറഞ്ഞേ ഹല്ലേലൂയ. ഇവിടുത്തെ ഒരു പ്രത്യേകത, ഇസ്രായേൽ ജനം ഈ കാനാൻ ദേശത്തേക്ക് പോവാണ്. പോകുമ്പോൾ 3 ദിവസം അവർക്ക് വെള്ളം പോലും കുടിക്കാനില്ല. ഒരു തുള്ളി വെള്ളം മരുഭൂമി കിട്ടിയിട്ടില്ല. വെള്ളം കുടിക്കാനില്ലാത്ത അവസ്ഥ ഭീകരമാണ്. 1-2 ദിവസം ഒരു വെള്ളം പോലും കുടിച്ചില്ലെങ്കിൽ നമ്മൾ ആകെ ക്ഷീണിച്ചു പോകും. അങ്ങനെയുള്ള സമയത്ത് ഇസ്രായേൽ ജനങ്ങൾ വീണ്ടും നടന്ന് ഒരു സ്ഥലത്തെത്തി. ആ സ്ഥലത്തിന്റെ പേരാണ് മാറ. അവിടെ ഇസ്രായേൽക്കാർക്ക് ഭയങ്കര സന്തോഷമായി. നോക്കിയപ്പോ ഒരു പ്രദേശം നിറച്ചു വെള്ളം. എല്ലാരും കുടിച്ചു വയറ് നിറയ്ക്കാൻ, ദാഹം മാറ്റാൻ ആഗ്രഹിച്ചു. പക്ഷെ എടുത്ത് കുടിച്ചപ്പോഴാണ് അറിയുന്നത് ഇത് വായു വെക്കാൻ കൊള്ളിയല്ല, ഭയങ്കര കയ്പാണ്. മാറായിലെ ജലത്തിന് കയ്പാണ്.
നിങ്ങൾക്കറിയാമോ, വെള്ളത്തിന് കയ്പാണോ മധുരമാണോ എന്ന് എങ്ങനെ അറിയാൻ പറ്റുക? അത് കണ്ടാൽ അറിയാൻ പറ്റിയല്ല. കണ്ടാൽ എല്ലാം ഒരേപോലെ ഇരിക്കും വെള്ളം. ഇവിടെ ഇരിക്കുന്ന എല്ലാവരെയും നോക്കിയുണ്ടല്ലോ, എല്ലാവരും ഒരുപോലൊക്കെ ഏകദേശം ഇരിക്കും. പക്ഷെ ഓരോരുത്തരോട് അടുക്കുമ്പോഴാണ് അറിയുന്നത് ഓരോ കയ്പ് നിറഞ്ഞ അനുഭവങ്ങൾ ഓരോരുത്തരും ഇങ്ങനെ നടക്കുവാണല്ലോ. ചില ആൾക്കാർ പറയും തീ തിന്നാ നടക്കുന്നത്, ചിലര് പറയും കയ്പ് നീര് ഇങ്ങനെ ഇറക്കിക്കൊണ്ടിരിക്കുക ജീവിതത്തിൽ. ഓരോ വ്യക്തികളുടേക്കും അടുക്കുമ്പോഴാണ് അറിയുന്നത് കയ്പാണോ മധുരമാണോ എന്താ രുചിന്ന്. ഇസ്രായേൽ ജനം വെള്ളമെടുത്ത് കുടിച്ചപ്പം കയ്പായോണ്ട് അവിടുത്തെ ജനങ്ങൾ ഇങ്ങനെ ഒരു കയ്പുള്ള അനുഭവം തന്നപ്പം ഇസ്രായേൽ ജനങ്ങൾ മുഴുവൻ ചെയ്തതെന്നറിയോ? അങ്ങോട്ട് മാറി നിന്നിട്ട് ശരിക്കും ദൈവത്തിനെതിരെയും മോശയ്ക്കെതിരെയും പിറുപിറുത്തു. ഇസ്രായേൽ ജനങ്ങൾ അങ്ങോട്ട് മാറി നിന്ന് പിറുപിറുത്തു. അപ്പൊ മോശ എന്നാ ചെയ്തെന്നറിയോ? മോശയും ഇസ്രായേൽക്കാരോട് ചേർന്നിട്ട് പിറുപിറുക്കുമല്ല ചെയ്തത്. മോശ ഒരല്പം മാറി നിന്നിട്ട് കാരുണ്യവാനായ ദൈവത്തെ, കഴിക്കുന്ന വെള്ളം അവിടെ ഉള്ള സമയത്ത് അവിടെ നിന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. നമ്മുടെ എല്ലാം ജീവിതത്തിൽ പറ്റുന്ന ഒരു പാളിച്ച പറയട്ടെ, നമ്മളൊരു കാര്യം കഴിക്കുന്ന അനുഭവമായാൽ നമ്മൾ അന്നേരെ പിറുപിറുക്കാൻ തുടങ്ങും. അതുകൊണ്ട് ഒരു ഗുണവും കിട്ടുന്നില്ല. മോശ ചെയ്തത് നമുക്കൊരു പാഠമാണ്. മോശ പറയാണ്, കഴിക്കുന്ന അനുഭവം മാറാൻ പിറുപിറുത്തിട്ട് കാര്യമില്ല. അവിടെ നിന്ന് പ്രാർത്ഥിച്ചു. എന്ത് സംഭവിച്ചെന്നറിയോ? മോശ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ചപ്പോൾ മോശയോട് ദൈവം പറഞ്ഞു, ഇതാ ആ വെള്ളത്തിന്റെ തൊട്ടടുത്ത് ഒരു തടിക്കഷ്ണം കിടപ്പുണ്ട്, അതെടുത്ത് ഇങ്ങോട്ട് ഇടാൻ പറഞ്ഞു. ഒരു തടിക്കഷ്ണം അവിടെ കിടപ്പുണ്ട്, അതെടുത്ത് വെള്ളത്തിലേക്ക് ഇടാൻ പറഞ്ഞു. അപ്പൊ പ്രശ്നം തീരുമെന്ന് പറഞ്ഞു. നമ്മൾ സാമുവേലിന്റെ പുസ്തകത്തിൽ കണ്ടപ്പോ പറഞ്ഞു, ഈ കല്ലെടുത്താൽ ഈ കല്ലുകൊണ്ട് ഈ പ്രശ്നം തീരുമെന്ന്. ഇവിടെ ദൈവം മോശയോട് പറഞ്ഞു, ഇവിടെ കല്ലെടുക്കണ്ട, ഒരു തടിക്കഷ്ണം അവിടെ കിടപ്പുണ്ട്, അതെടുത്ത് ഇങ്ങോട്ട് ഇടാൻ പറഞ്ഞു. മോശയുടെ കണ്ണുകളിൽ ആ തടിക്കഷ്ണം കണ്ടു. ഹല്ലേലൂയ. ഈ തടിക്കഷ്ണം എത്ര നാളായിട്ട് അവിടെ കിടക്കുന്നതായിരിക്കും? അത് അന്നേരം വെട്ടിക്കൊണ്ട് ഇട്ടതല്ല. ഇത് നാളുകളായിട്ട് ഇവിടെ കയ്പ് വെള്ളമാണ്, ഇതിന് പരിഹാരമുള്ള തടിക്കഷ്ണം അവിടെ കിടപ്പുണ്ട്. പക്ഷെ അവിടെ ഒറ്റ ഇസ്രായേൽക്കാർക്കും തോന്നിയില്ല ആ തടിക്കഷ്ണം എടുത്ത് ഇങ്ങോട്ട് ഇട്ടാൽ ഈ പ്രശ്നം തീരുമെന്ന്. പിറുപിറുത്തോണ്ടിരിക്കും. നമ്മുടെ പലരുടെയും പ്രശ്നം ഇതാണ്. നമ്മൾക്കറിയാം നമ്മുടെ ദൈവം വച്ചിട്ടുണ്ട് നമ്മുടെ പ്രശ്നത്തിനുള്ള സകല പരിഹാരവും ഇവിടുന്ന് 10,000 കിലോമീറ്റർ അപ്പുറത്തായിരിക്കില്ല. ഏറ്റവും അടുത്ത് തന്നെ കൈയെത്താവുന്ന ദൂരത്ത് നമ്മുടെ പ്രശ്നത്തിനും രോഗത്തിനും പരിഹാരം ദൈവം കണ്ടിട്ടുണ്ട്. ഇത് ആരുടെ കണ്ണിലേ ഇതൊന്ന് കാണുള്ളൂ? പിറുപിറുത്തോണ്ടിരിക്കുന്ന ഒരു കണ്ണിൽ ദൈവം കാണിക്കുന്ന പരിഹാരം കാണില്ല. ദൈവത്തെ വിളിക്കുന്നവന്റെ കണ്ണിൽ ദൈവം അത് കാണിച്ചു കൊടുക്കും. പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങൾ നോക്കി, ഇവിടെ പ്രാർത്ഥിക്കാൻ വന്നിട്ടുള്ള അനേകം ആളുകൾ അവരുടെ പ്രശ്നങ്ങളും കയ്പ് നിറഞ്ഞ അനുഭവം എങ്ങനെയാ മാറ്റിയത്? ഇവിടെ പ്രാർത്ഥിക്കാൻ വന്നു, കൗൺസിലിങ്ങിന് വന്നു, ദൈവത്തെ ആരാധിച്ചു, 3-4 ദിവസം നിയോഗം വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ അവരുടെ പ്രശ്നങ്ങൾക്കുള്ള ഉത്തരം ദൈവം അവരുടെ കണ്ണിൽ കാണിച്ചു കൊടുത്തിട്ടല്ലേ? ഹല്ലേലൂയ. മോശ അന്നേരം ഒരു കാര്യം, ആ തടിക്കഷ്ണം എടുത്ത് ആ വെള്ളത്തിലേക്ക് ഇട്ടു. പ്രശ്നം പരിഹരിച്ചു. വെള്ളം കുടിച്ചു നോക്കിയപ്പോൾ ആ കയ്പ് ഇപ്പോൾ ആ വെള്ളത്തിനില്ല. ഏതവസ്ഥയിലേക്ക് മാറിയത്? അത് മധുരിക്കുന്ന ജലമായി മാറി. ഹല്ലേലൂയ. ഒരു തടിക്കഷ്ണം എടുത്ത് ഇങ്ങോട്ട് ഇട്ടാൽ തീരുന്ന പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ. ഇതിന് 10,000 പേരുടെ ആവശ്യമില്ലായിരുന്നു. അത് മോശ എടുത്ത് ഇങ്ങോട്ട് ഇട്ടതേ ഉള്ളൂ. ഇതുപോലൊക്കെ തന്നെ നമ്മുടെ എല്ലാ പ്രതിസന്ധികളും. നമ്മൾ നാളുകളായി കരഞ്ഞുകൊണ്ടിരിക്കുക, നാളുകളായി ഭയപ്പെട്ടുകൊണ്ടിരിക്കുക. ഒരു ചെറിയ തടിക്കഷ്ണം ഇങ്ങോട്ട് ഇട്ടാൽ മതി. എന്താ അത്? ഒരു പക്ഷേ ചില നിയോഗങ്ങളോടെയുള്ള പ്രാർത്ഥനയായിരിക്കും. ഇപ്പൊ നിങ്ങൾ 21 ദിവസത്തെ നിയോഗം വെച്ചല്ലേ പ്രാർത്ഥിക്കുന്നത്? ചിലപ്പോ ആ ഒരു തടിക്കഷ്ണമായിരിക്കും നമ്മുടെ കയ്പുള്ള ചില അനുഭവങ്ങളിലേക്ക് ഇടുമ്പോ അത് ഉറപ്പാണ് മധുരിക്കുന്ന അനുഭവമായി മാറ്റും ദൈവം. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ആർക്കും ഇല്ലേ? ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. ഇത് ശ്രദ്ധിച്ചത് പഠനമാണ്, ഇതൊരു പഠിക്കേണ്ട കാര്യമാണ്. അവിടെ കയ്പ് നിറഞ്ഞ വെള്ളമായിരുന്നു. അത് മാറാൻ വേണ്ടി പഞ്ചസാര കലക്കാനല്ല പറഞ്ഞത്, അവിടെ ഇരിക്കുന്ന തടിക്കഷ്ണം എടുത്ത് ഇങ്ങോട്ട് ഇടാനാ പറഞ്ഞത്. ഇവിടെ പ്രാർത്ഥിക്കാൻ വരുമ്പോ ചിലപ്പോൾ നിങ്ങൾ വലിയൊരു പരിഹരിക്കാനാവാത്ത പ്രശ്നമായിട്ട് ഇവിടെ വന്നിരിക്കുമ്പോ ദൈവം പറയും, ആ പ്രതിസന്ധികളിലേക്ക് ഇതുപോലെ 10 ജപമാല ചൊല്ലി കാഴ്ചവെക്ക്, ഭക്തിയോടെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്ക് എന്ന് പറയുമ്പോ നമ്മൾ അതുപോലെ അതനുസരിക്കാൻ തുടങ്ങുമ്പോൾ വർഷങ്ങളായി കയ്പിന്റെ അനുഭവത്തിലൂടെ കടന്നു പോകുന്ന നമ്മുടെ പ്രശ്നങ്ങളിൽ മധുരിക്കാൻ തുടങ്ങും. പറഞ്ഞേ ഹല്ലേലൂയ. ഒരു തടിക്കഷ്ണം കൊണ്ട് തീരുന്ന പ്രശ്നവും ഒരു കല്ല് കൊണ്ട് തീരുന്ന പ്രശ്നമൊക്കെ നമുക്കുള്ളൂ.
100% വിശ്വസിച്ചു. മോശയോട് പറഞ്ഞു, കൈപ്പുള്ള ജലം പറയുമ്പോൾ ആ തടിക്കഷം എടുത്തിട്ടോ. ഈ ഇസ്രായേലിനെ നിന്ദിക്കാമെന്ന ഫിലിസ്ത്യന്റെ ഗോലിയാത്തിനെ നോക്കേണ്ടത് ദാവീദ് ചെയ്തത് ഒരു കല്ല് മതിയായിരുന്നു. ഒരു കല്ല്. അവിടെ ഡോക്ടറേറ്റ് ഉള്ളവരും എഞ്ചിനീയർ പഠിച്ചവരും ഒക്കെ ചിലപ്പോൾ അതിനകത്ത് ഇരിപ്പുണ്ടാവും. വലിയ പ്രഗത്ഭന്മാരും എക്സ്പീരിയൻസ് ഉള്ളവരും ഇരിപ്പുണ്ട്. ഒരു കല്ല് കൊണ്ട് തീരുന്ന പ്രഷർ ഇദ്ദേഹത്തെ ആവശ്യം പോലും ഇല്ലായിരുന്നു ചിന്തിച്ചവരുണ്ടാവും. പക്ഷെ ദൈവം ആ കല്ലിലൂടെയാ ആ പ്രശ്നത്തെ പരിഹരിച്ചു കൊടുത്തത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ വിചാരിക്കും ഒരു കൊന്ത ചെല്ലുന്നതിന് ഇപ്പൊ എന്താ ഇത്ര ഗുണമുള്ളത്, ഭക്തിയോടെ വിശുദ്ധ കുർബാന ഇപ്പൊ എന്താ ഇത്ര പ്രത്യേകതയുള്ളത്? ചിലപ്പോൾ ആ ഒരൊറ്റ പ്രാർത്ഥനയിൽ തീരുന്ന പ്രശ്നമേ നമുക്കുണ്ടാവുള്ളൂ. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ പ്രശ്നങ്ങളെ നോക്കി പിറുപിറുത്താൽ ഒരു സാഹചര്യങ്ങൾക്ക് മാറ്റമുണ്ടാവില്ല. ചില ആൾക്കാർ പറയും, ചില വീടുകളെ നോക്കിയിട്ട് പറയും, ഈ വീട്ടിൽ നിങ്ങളുടെ മകന്റെ കല്യാണം നടക്കാൻ സാധ്യതയില്ല കേട്ടോ. നമ്മൾ അന്നേരം വിഷമിക്കുകയോ, വീടില്ലല്ലോ. ചില ആൾക്കാർ പറയും, നിനക്ക് 37 വയസ്സായി, കല്യാണം നടക്കില്ല കേട്ടോ. നിനക്ക് 35 കേട്ടോ, നടക്കില്ല. നമ്മൾ അത് കേട്ട് നിരാശപ്പെട്ടിരിക്കുക. ചില ആൾക്കാർ പറയും, നിനക്ക് ഇത്ര വിദ്യാഭ്യാസവും പഠിപ്പുള്ളോ, ജോലി കിട്ടാൻ സാധ്യതയില്ല കേട്ടോ. നമ്മൾ അത് കേട്ടിട്ടിരിക്കുക. നമ്മളോട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നമ്മുടെ ദൈവം അതിനേക്കാൾ വലിയവനാണെന്ന്? എന്നാൽ ഒരു പ്രവചന ദൂത്, പരിശുദ്ധാത്മാവിന്റെ സ്വരം കേട്ടു. നമ്മൾ എന്തെല്ലാം പ്രതിസന്ധികളിലാണുള്ളെങ്കിലും ദൈവത്തിന്റെ സ്വരം, ആ പ്രശ്നം വലുതാ, അതൊരിക്കലും നടക്കില്ല, നിനക്ക് പരാജയം വരാൻ പോകുന്നല്ല. നമ്മുടെ ദൈവം വലിയവനാണ്, ഏത് പ്രതിസന്ധിയിലും വിജയം തരാൻ കഴിവുള്ളവനുമാണ്. 1 സാമുവേൽ 17-ാം അധ്യായമാണ്. 17-ാം അധ്യായം ദാവീദും ഗോലിയാത്തുമാണ്. ഇത് മുഴുവൻ നിങ്ങൾക്ക് കാണാതെ അറിയാവുന്ന ഒരു ദൈവവചന ഭാഗമാണ്. പക്ഷെ ഇതിനകത്തൂടെ ദൈവം ഇന്ന് സംസാരിക്കുന്നത് നിങ്ങൾ അത്ഭുതപ്പെടും. കാരണം ഈ ദൈവവചനത്തിൽ ഇത്രയും കാര്യങ്ങൾ ഉണ്ടോ എന്ന് പോലും നിങ്ങൾ ചിന്തിക്കും. ദാവീദ്, ഇസ്രായേൽ ജനവും ഫിലിസ്തീനും തമ്മിലുള്ള യുദ്ധം നടക്കുന്ന സമയമാണ്. യുദ്ധം, 2 പക്ഷക്കാരും, ഇസ്രായേൽക്കാരും ഫിലിസ്തീർക്കാരും യുദ്ധത്തിന് വേണ്ടി പാളയമടിച്ച് യുദ്ധത്തിന് ഒരുങ്ങി നിൽക്കുമ്പോൾ ഫിലിസ്തീനയുടെ കൂട്ടായ്മയിൽ നിന്ന് ഒരു മല്ലനായ ആരോഗ്യമുള്ള ഒരു മനുഷ്യൻ അവരുടെ മുമ്പിലേക്ക് എഴുന്നേറ്റ് പോന്നു. അദ്ദേഹത്തിന്റെ പേരാണ് ഗോലിയാത്ത്. ഇസ്രായേൽക്കാർ മുഴുവൻ ഗോലിയാത്തിനെ നോക്കി ഭയപ്പെട്ടിരിക്കുകയാണ്. ഗോലിയാത്തിന്റെ ശക്തി, അദ്ദേഹം വഹിച്ചിരിക്കുന്ന വസ്ത്രത്തിന്റെ കാഠിന്യം, ഒരു ശക്തിക്കും തോൽപ്പിക്കാൻ കഴിയാത്ത വിധം ശക്തനായ ഒരു മല്ലനായ മനുഷ്യനാണ് ഗോലിയാത്ത്. ഗോലിയാത്ത് എല്ലാ ദിവസവും ഇസ്രായേൽ ജനത്തെ വെല്ലുവിളിക്കാൻ തുടങ്ങി. അപ്പോൾ ഇസ്രായേൽക്കാർ ചെയ്തത്, ഇസ്രായേൽക്കാർ പേടിച്ച് ഭയപ്പെട്ട് കൂടാരങ്ങളിൽ ഒളിച്ചു. എത്ര നാൾ? 40 ദിവസം ഈ മല്ലനായ വ്യക്തിയെ ഭയപ്പെട്ട് പേടിച്ച് കൂടാരങ്ങളിൽ ഒളിച്ചിരുന്നു. അങ്ങനെ ഇരിക്കുമ്പം ദാവീദിനോട് ദാവീദിന്റെ അപ്പൻ ജസ്സെ പറഞ്ഞു, നീ പോയി നിന്റെ സഹോദരന്മാർക്ക് ക്ഷേമമാണോ എന്ന് അന്വേഷിക്കണം, അവർക്ക് സുഖമാണോ എന്ന് അന്വേഷിച്ചിട്ട് നീ തിരിച്ചു വരണം. ദാവീദ് പോകുന്നു. അവിടെ ചെല്ലുമ്പോൾ ഒരു വലിയ വെല്ലുവിളി കേൾക്കുകയാണ്. ഇസ്രായേൽ ജനം ദൈവത്തിന്റെ ജനത്തെ വെല്ലുവിളിക്കുന്ന ഒരു സ്വരം കേട്ടൊരു പട്ടാളക്കാരനോട് ചോദിച്ചു, ആരാ അത്? അപ്പോൾ ആ പട്ടാളക്കാരൻ പറഞ്ഞു, അത് ഗോലിയാത്താണ്. അദ്ദേഹത്തെ പേടിച്ച് നമ്മളെല്ലാവരും ഭയപ്പെട്ടിരിക്കുകയാണ്. ഒരു വിജയം സാധ്യമല്ല, ഒരിക്കലും രക്ഷപ്പെടാൻ സാധ്യമല്ല എന്ന് അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ദാവീദ് ഇവിടെ നിന്ന് ഈ വിഷയങ്ങൾ ചോദിച്ചപ്പോൾ ദാവീദിന്റെ സഹോദരന്മാർ വന്ന് ദാവീദിനെ വഴക്ക് പറഞ്ഞു, നീ എന്തിനാ ഇവിടെ വന്നേ? നിന്നെ ആടിനെ നോക്കാനല്ലേ ഏൽപ്പിച്ച്? നിനക്ക് അതിനുള്ള ശക്തിയില്ല, നീ ഞങ്ങളൊക്കെ എങ്ങനെയാകും നോക്കാൻ വേണ്ടി വന്നതല്ലേ? അപ്പോൾ ദാവീദ് ചോദിച്ചു, നിങ്ങൾ എന്തിനാ എന്നെ പഴിക്കുന്നത്? ദാവീദ് അവിടെ നിൽക്കുമ്പോൾ ദാവീദ് ഒരു പട്ടാളക്കാരോട് പറഞ്ഞു, പോയി രാജാവിനോട് പറ, നിങ്ങൾക്ക് പോകാൻ ഭയമാണെങ്കിൽ ഞാൻ പോയി ആ മല്ലനായ ഗോലിയാത്തിനെ നേരിടാം. അപ്പോൾ ഒരു പട്ടാളക്കാരൻ ചെന്ന് രാജാവിനോട് പറഞ്ഞു. അപ്പോഴാണ് ദാവീദ് അറിയുന്നത്, ഈ മല്ലനായ വ്യക്തിയെ തോൽപ്പിക്കുന്ന ആൾക്ക് രാജാവ് ഭയങ്കര സമ്മാനം ഒരുക്കി വെച്ചിരിക്കുകയാണ്. അയാളുടെ മകളെ വരെ വിവാഹം കഴിച്ചു കൊടുക്കും. ഭയങ്കര ഓഫറാ കൊടുത്തിരിക്കുന്നത്. പക്ഷെ ഇത്രയും ഓഫറുകൾ ഉണ്ടെങ്കിലും എല്ലാവർക്കും പേടിച്ചിരിക്കുന്ന സമയത്ത് ദാവീദ് മുന്നോട്ട് വന്ന് 5 കല്ലെടുത്തു. ഇനിയുള്ള കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. 5 കല്ലെടുത്തു, അത് ഒരു സഞ്ചിയിലിട്ടു. എന്നിട്ട് ഒരു കല്ലെടുത്ത് കയ്യിൽ പിടിച്ചു. ഒരേ ഒരു കല്ല്.
ഒരേ ഒരു കല്ലെടുത്തിട്ട് ഗോലിയാത്തിന്റെ നേരെ നടന്നു നീങ്ങുവാണ്. ഇത് നിങ്ങൾ ഭാവനയിൽ കണ്ടു നോക്ക്. അതിനുശേഷം ദാവീദ് കവിണയിൽ ഒരു കല്ല് ഈ ഗോലിയാത്തിന്റെ നെറ്റിയെ ലക്ഷ്യമാക്കി എറിഞ്ഞു. അത് കൃത്യം നെറ്റിയിൽ കൊണ്ട് ഗോലിയാത്ത് താഴെ വീണു. അവന്റെ പരാജയം അവിടെ സംഭവിച്ചു. ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിച്ച ദൂത് ഇതാണ്: 40 ദിവസം ഇസ്രായേൽ ജനം പേടിച്ചിരുന്നത് ഒരു കല്ലുകൊണ്ട് തീരേണ്ട വിഷയത്തിന്റെ മുന്നിലായിരുന്നു. അങ്ങനെ നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ. ഒരു കല്ലുകൊണ്ട് തീരേണ്ട ഒരു പ്രശ്നത്തിന്റെ മുമ്പിലാണ് ഇസ്രായേൽ പ്രഗത്ഭന്മാരടക്കം 40 ദിനരാത്രങ്ങൾ കൂടാരങ്ങളിൽ ഒളിഞ്ഞുകൂടിയത്. അവിടെ കല്ലില്ലാഞ്ഞിട്ടാണോ? അവിടെ ആയുധങ്ങളില്ലാഞ്ഞിട്ടാണോ? ഒരു കല്ലുകൊണ്ട് തീരേണ്ട പ്രശ്നത്തിന്റെ മുമ്പിലാണ് ഇസ്രായേൽക്കാർ 40 ദിവസം അവിടെ ഇരുന്നത്. പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ട ശ്രദ്ധിച്ചോ, ഇവിടെ ഇരിക്കും നമ്മളെല്ലാം പല പ്രശ്നങ്ങളുടെയും മുമ്പിൽ ഇങ്ങനെ നിൽക്കുക. ദാവീദ് ഗോലിയാത്തിനെ കണ്ടപ്പം ഗോലിയാത്തിന്റെ ശക്തിയാണോ ദൈവത്തിന്റെ ശക്തിയാണോ ദാവീദ് മനസ്സിലാക്കിയത് നമ്മൾ വചനത്തിൽ കാണാൻ പറ്റും. ദാവീദ് ഉടനെ പറഞ്ഞെന്നറിയോ? രാജാവ് ചോദിച്ചു, നിനക്ക് ആ വ്യക്തിയെ തോൽപ്പിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ ദാവീദ് പറഞ്ഞു, രാജാവേ, ഞാൻ ആടിനെ മേയിച്ചു പോകുമ്പോ ചിലപ്പോൾ ഈ ആടിനെ ആക്രമിച്ച് സിംഹം കരടിയൊക്കെ വരും. ഞാൻ ദൈവത്തിന്റെ ശക്തിയിൽ ആശ്രയിച്ച് ഈ സിംഹത്തെയും കരടിയൊക്കെ വലിച്ചു കീറിക്കളഞ്ഞിട്ടുണ്ട്. ഞാൻ വിശ്വസിക്കുകയാണ്. രാജാവിനോട് പറയാണ്, ഈ മല്ലനെ, ദൈവത്തിന്റെ സേനയെ നിന്ദിക്കുന്ന ഇവനെ എന്റെ കയ്യിൽ ഏൽപ്പിക്കും. ഞാൻ അവന്റെ ശക്തി അല്ല കാണുന്നത്, ദൈവത്തിന്റെ ശക്തിയാണ്. പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങളും എന്തെല്ലാം പ്രശ്നങ്ങൾ മുമ്പിൽ കാണുന്നുണ്ടോ? എന്തെല്ലാം പ്രതിസന്ധികളെയാണോ ഇപ്പോൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്? ചിലപ്പോൾ രോഗമായിരിക്കും. ഗോലിയാത്തിനെ പോലെ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് നമ്മളെ ഇപ്പം മുക്കി താഴ്ത്താൻ സാധ്യതയുള്ള രോഗമായിരിക്കും. ചിലപ്പോൾ കടബാധ്യതയായിരിക്കും. ചിലപ്പോൾ ഒരു വീടിന്റെ പ്രശ്നമായിരിക്കും. എന്തുവാണെങ്കിലും ദൈവത്തിന്റെ ശക്തി പറയാണ്, ഗോലിയാത്തിനെ തോൽപ്പിക്കാൻ ഒരു കല്ല് മതി. എന്താണ് ഈ കല്ല്? ഈ കല്ലെന്താ നമുക്കറിയത്തില്ല. ദാവീദ് എടുത്ത കല്ലെന്താ? ഈ കല്ല് കൊണ്ട് തോൽപ്പിക്കാൻ പറ്റുമോ എന്ന് ആ കൂടിയിരിക്കുന്ന ആരോടെങ്കിലും ഒരു അഭിപ്രായം ചോദിച്ചാലോ? എല്ലാരും പറഞ്ഞേനേം അതിനേക്കാൾ ആയുധങ്ങളും പഠിപ്പും എക്സ്പീരിയൻസ് ഉള്ളവർ ഇവിടെ ഇരിപ്പുണ്ട് ഈ കൂടാരത്തിൽ. പിന്നെയാണ് ഈ കല്ലുകൊണ്ട് ഇപ്പം പോകുന്നത്. എല്ലാരും അവനെ തളർത്തിയേനേം. ദാവീദ് ആരോടും അഭിപ്രായം ചോദിച്ചില്ല. ഈ കല്ലുകൊണ്ട് വല്ലതും നടക്കുവോ? ഈ കല്ലുകൊണ്ട് എറിഞ്ഞ് അവൻ വീഴുവോ? എന്തേലും സംഭവിക്കുവോ? പ്രിയപ്പെട്ടവർ ശ്രദ്ധിച്ചേ, ഈ കല്ല് നമ്മളും എടുക്കണം. എന്ത് കല്ല്? അത് വിശ്വാസത്തിന്റെ ഒരു കല്ലാണ്. അതവിടെ ഇരുന്നാ പോരാ, നമ്മൾ അത് എടുക്കണം. ദാവീദ് കല്ലെടുത്തു. ഇനി ചെയ്തത് ശത്രുവിന്റെ നേരെ അത് എറിഞ്ഞു. ഹല്ലേലൂയ. എന്താണ് എറിയുക, എന്താണ് എടുക്കുക എന്ന് പറഞ്ഞാൽ ബൈബിളിൽ ഈ 2 വാക്കിനും പ്രത്യേക അർത്ഥമുണ്ട്. അതായത് ദാവീദ് കല്ലെടുത്തു. നമ്മൾ എന്താ എടുക്കേണ്ടത്? നമ്മൾ എടുക്കണം, നമ്മുടെ കുടുംബത്തിൽ പ്രാർത്ഥന എടുക്കണം. ചുമ്മാ എടുത്തിട്ട് എന്തെങ്കിലും ചെല്ലിയാ പോരാ. ബൈബിൾ വചനം വായിക്കണം. എന്തെങ്കിലും ഒരു ചെറുത് വായിച്ചാ പോരാ. അതെടുത്തിട്ട് നമ്മുടെ പ്രതിസന്ധികളിലേക്ക് നമ്മളത് കൊടുക്കണം. ഹല്ലേലൂയ. നിങ്ങളുടെ കുടുംബത്തിൽ രോഗത്തിന്റെ ഒരു വിഷമത്തിലായിരിക്കുന്നെങ്കിൽ നമ്മൾ എന്ത് കല്ല എടുക്കേണ്ടത്? നമ്മൾ ആ പ്രതിസന്ധിയെ നോക്കി ചില പ്രാർത്ഥനകൾ എടുത്ത് ആ പ്രതിസന്ധിയെ നോക്കി ആ പ്രതിസന്ധികളിലേക്ക് ഈ പ്രാർത്ഥന കൊടുത്താൽ ആ പ്രതിസന്ധി മാറും. പറഞ്ഞേ ഹല്ലേലൂയ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഓർത്തോ, ഇതുപോലെ ഒത്തിരി പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. ചെറിയ ഒരു കല്ലുകൊണ്ട് തീരേണ്ട പ്രശ്നമാണ്. പക്ഷെ ഭയങ്കര ബുദ്ധിയുണ്ട്, പഠിപ്പുണ്ട്, ആരോഗ്യമുണ്ട്, വീടുണ്ട്. പക്ഷെ അവിടെ തളർന്നിരിക്കുക. പലരും തളർന്നിരിക്കുക. ഒരു കല്ലുകൊണ്ട് തീരേണ്ട പ്രശ്നമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. 40 ദിവസം അവിടെ ഇരിക്കും.